14,000 വോട്ടിന് രാജേട്ടൻ തോറ്റു. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പാർലമെൻറ്റിൽ താമര 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഇലക്ഷൻ അതായിരുന്നു. തോറ്റു. പക്ഷേ തോറ്റത് ഭയങ്കര നിരാശയായി. എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം അതീവ മാനസിക സംഘർഷത്തിലായിരുന്നു. തോറ്റുപോയല്ലോ രാജേട്ടനെ പോലുള്ളൊരു മനുഷ്യൻ. പക്ഷേ പിന്നെ എവിടുന്നോ കിട്ടിയൊരു പ്രചോദനം. ഇറങ്ങിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചു 2014 ഞങ്ങൾ തോറ്റിട്ടില്ല, 2014 BJP ജയിച്ചു തിരുവനന്തപുരത്ത് എന്നൊരു ബോധ്യം വന്നു. അത് കാരണം 7 അസംബ്ലിയിൽ 4 BJP ഫസ്റ്റ്. 1100 സംതിങ് ബൂത്തുകളിൽ 680 ബൂത്തുകളിലും BJP ഫസ്റ്റ്. 23 24 പഞ്ചായത്ത്, അതിൽ 17 പഞ്ചായത്തിലും BJP ഫസ്റ്റ്. പിന്നെ തോറ്റെന്ന് പറയാൻ പറ്റില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 വാർഡിൽ 62 വാർഡിലും BJP ഫസ്റ്റ്. തോറ്റത് പാർലമെൻറ്റിൽ 14,000 വോട്ടിന് മാത്രമാണ്. ബാക്കി എല്ലായിടത്തും BJP ആണ് ഫസ്റ്റ്. അതുകൊണ്ട് ഞങ്ങളൊരു സമ്മേളനം വെച്ചു. ആ 2014 തോറ്റ സമ്മേളനത്തിന് ഞങ്ങളിട്ട പേര് വിജയ സമ്മേളനം, അങ്ങനെ എന്തോ പേരിട്ടൊരു സമ്മേളനം വെച്ചു. എന്നിട്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ നേടിയ പഞ്ചായത്തുകൾ, മുമ്പിൽ വന്ന പഞ്ചായത്തുകൾ, വാർഡുകൾ എല്ലാം അവതരിപ്പിച്ചിട്ട് അന്ന് വെങ്കയ്യ നായിഡുവാണ് പരിപാടി പങ്കെടുക്കുന്നത്. അദ്ദേഹം നമ്മളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു, പരസ്യമായിട്ട് പ്രസംഗിച്ചു.